ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം കുറച്ച് നാളുകൊണ്ടേ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എന്താണെന്നുള്ളത് വഴിയേ കാണാം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങളുടെ വീടിന് അടുത്തായിട്ട് തന്നെ ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു വരണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മമാരോട് ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ശങ്കരി അമ്മ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സൗണ്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എന്നാലും അമ്മ ചെറുതായിട്ട് നമുക്കൊരു പാട്ട് പാടാമോ? നമ്മള് കൂടെ പാടാം. ഏത് പാട്ടാ പാടുന്നത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പണ്ടത്തെ മതി. പണ്ടത്തെ ഏതെങ്കിലും ക്രിസ്ത്യൻ സോങ് ആയിരുന്നു മതി. അതോട്ട് ഈ അങ്കിളാണ് ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഓണർ. പുള്ളി ഒരു 23 ഇയേഴ്സായിട്ട് ഈ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഗൈസ്, അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര വെയിൽ. കേക്ക് കട്ടിയായിന്. നമുക്ക് കേക്ക് സെലക്ട് ചെയ്യാം. ഈ കേക്ക് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു പാക്കറ്റ് സ്വീറ്റും കൂടെ മേടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അങ്ങോട്ട് നിൽക്കും, എന്നിട്ട് അവിടെ വീട്ടിൽ കട്ടി. വന്ന് രണ്ട് സൈഡിലായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് രണ്ട് സൈഡിൽ അവിടെ നിന്നാ മതി. Happy birthday to you. Happy birthday to you. Happy birthday. ഒരു പീസ് മതി. അച്ഛൻ കട്ട് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ. മറ്റേ കട്ടി അമ്മമാരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇതായിരുന്നു ഇന്നത്തെ ഫുഡ്. ഞാൻ 23 വർഷമായി ഈ കർമ്മേൽ ഓൾഡ് ഏജ് ഹോം ആരംഭിച്ചിട്ട്. 23 വർഷം കൊണ്ടിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ പലരും ഇവിടെ വന്ന് ബർത്ത്ഡേ ആണ്ട് ഇങ്ങനെ പ്രോഗ്രാംസുകൾ നടത്തുന്നുണ്ട്.
വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ അന്തേവാസികൾക്കെല്ലാം വളരെ സന്തോഷവും അവരും ഹാപ്പിയാണ്. അതേപോലെ തന്നെ ഇന്ന് ശ്രുതി അവരുടെ പിതാവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനുമായിട്ട് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പ്രത്യേകം നന്ദിയുണ്ട്. ശ്രുതിയും കൂട്ടുകാരും പിതാവുമായിട്ട് വന്ന് അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുകയും അപ്രകാരം ഞങ്ങളുടെ അന്തേവാസികൾക്ക് വേണ്ടി ഭക്ഷണവും കേക്കെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഇടയായി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മ ഹാപ്പിയാണോ? അടിപൊളിയല്ലായിരുന്നോ? അടിപൊളിയാണ്. ഇതുപോലെ മുന്നേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല എൻ്റെ ആദ്യ അനുഭവം. മാമൻ്റെ ആദ്യ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹാപ്പി, നല്ല ഹാപ്പി, അടിപൊളി എൻജോയ് ചെയ്ത് സൂപ്പറായിരുന്നു. ശ്രുതി ഇവിടെ പരിപാടിയുടെ ഇതാണ് മേൽനോട്ട അധികാരി. എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരുടെയും വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ എടാ നിനക്ക് എന്താണ് പറയാനുള്ള? ഹാപ്പിയാണോ നീ? അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.